വെറുതെ മൂലക്കലിരുന്ന PVC പൈപ്പായിരുന്നു പൊട്ടി പിടിച്ച് അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അതെടുത്ത് കൊണ്ടിട്ട് നല്ല അടിപൊളി ഐഡിയകളുണ്ട് കേട്ടോ. PVC പൈപ്പ് ഇങ്ങനെ മൂലക്കലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തോളൂ. സൂപ്പർ ഐഡിയകൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും കാണാം കേട്ടോ. 3 ഐഡിയ എന്നിട്ട് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു വണ്ണം കുറഞ്ഞ PVC പൈപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ക്രീപ്പർ പ്ലാന്റ് ഉണ്ട്, അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ചട്ടിയിൽ എൻ്റെ ക്രീപ്പർ പ്ലാന്റ് ഓൾറെഡി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ പടർത്തിയെടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു വടിയൊക്കെ പിടിച്ച് കെട്ടി വെച്ചേക്കണായിരുന്നു. അപ്പോൾ അതിനെ മാറ്റി എന്നിട്ട് ഇതാ ഈ കുഴലിലൂടെ ഇറക്കിയെടുക്കാൻ കേട്ടോ ഞാൻ. അപ്പോൾ കുറച്ച് സ്പീഡിലൊക്കെ നിങ്ങൾക്ക് തോന്നും വേഗം പണി ചെയ്യണേനെ. അപ്പോൾ നല്ല ഉച്ച സമയമാണ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഈ പൈപ്പ് കിട്ടിയപ്പോൾ ഞായറാഴ്ചയായിരുന്നു. അപ്പം നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് ഒരു ഇത് കിട്ടിയപ്പോൾ വേഗം ആ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ ഇറക്കി വെച്ച് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ ആ കുടല മണ്ണിലേക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മണ്ണൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഐഡിയ ഒരു കഴിഞ്ഞ 2 മാസത്തോളമായി ഞാൻ കണ്ടിട്ട്. അപ്പം തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ പ്ലാന്റ് ഒന്ന് വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി വലുതായിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിത് ഈ മണ്ണൊക്കെ ഒന്നിങ്ങനെ സൈഡൊക്കെ ആക്കി കൊടുത്തിട്ട് ആ കുഴൽ അതിലേക്ക് ഇറക്കി വെക്കാം. വേര് പൊട്ടിപ്പോണ്ടട്ടാ. ഇത് നമ്മൾ സാധാരണ റീപോട്ടിങ് ചെയ്യായിരുന്നു നല്ലത്. പക്ഷേ പിന്നെ ഇനി അത് എടുത്ത് വേരൊക്കെ പൊട്ടിയാൽ പണിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ മാറ്റിയത്. അപ്പോൾ ഈ കുഴൽ പെയിൻറ്റ് അടിച്ചുകൂടെയെന്നൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം പെയിൻ്റ് ഇല്ല. പിന്നെ ഫാബ്രിക് പെയിൻ്റ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് അടിക്കാം. അതിനൊന്നും നേരമില്ലടോ. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഞാൻ പെയിൻ്റൊന്നും അടിക്കാത്തത്. എന്നിട്ട് ആ കുഴൽ നന്നായി സെറ്റ് ചെയ്തിട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതിൻ്റെ കമ്പൊക്കെ ഒന്ന് നന്ന് ചെയ്ത് കൊടുക്കുക, വെട്ടിക്കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്കതിൻ്റെ അടിയിൽ കുറേ സ്പേസ് ഉണ്ട്. നമ്മുടെ ചെടിയൊക്കെ നല്ല കുഴലിലൊക്കെ കയറിപ്പോയല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിഭാഗം കുറച്ച് സ്പേസുള്ള കാരണം അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു ചെടി നടാട്ടോ. അടിപൊളിയായിട്ട്. അപ്പോൾ ഈ ഒരു ചെടിയാണ് ഞാൻ വെർട്ടിക്കൽ ഗാർഡനിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് വന്നിട്ട് അതിൽ നിന്ന് ഓരോ കമ്പെടുത്തിട്ട് നട്ടുപിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പിടിച്ചു വന്നാൽ അതിൻ്റെ അടിഭാഗവും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. മുകൾ ഭാഗത്താണെങ്കിലോ ഇതുപോലെ പൂക്കൾ നല്ല ഭംഗിയിൽ വിരിഞ്ഞെന്നാൽ അതും കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടിയും വലിയ കുഴലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ PVC പൈപ്പിൻ്റെ വലുതിട്ടാം വലിയ കുഴൽ. അതും അവിടെ ഇരുന്നിരുന്നു. ബാക്കി നമ്മുടെ വീട് പണിക്കൊക്കെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി അവിടെ ആ മൂലക്കലുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കുറേ കാലമായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കോർണർ ഉണ്ടായിരുന്നില്ലേ, അവിടെ നമ്മൾ ടയറൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് ചെടിയൊക്കെ നട്ടിരുന്നൊരു സ്പേസ് ആയിരുന്നല്ലോ. ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് എൻ്റെ വീഡിയോയിൽ. അവിടെ ഇപ്പോൾ നമ്മുടെ സോളാർ വന്നപ്പോൾ അതൊക്കെ മാറ്റി. അപ്പം ഞാനിത് അവിടെ കുഴിച്ചിട്ടിട്ട ഒരു പകുതി പീസ് എടുത്തിട്ട് ഒരു കുഴൽ അവിടെ കുഴിച്ചിട്ടു. എന്നിട്ട് ഈ നമ്മുടെ വാഴൻ്റെ ഇലയും ഉണങ്ങിയ ഇലകളും, വാഴൻ്റെ ഇല ഉണ്ടായിരുന്നു, ഓമയുടെ ഇല ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് മണ്ണ് കുറവാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉണങ്ങിയ സംഭവങ്ങളൊക്കെ ഇതിൽ കുത്തി നിറക്കുന്നത് കേട്ടോ, കരിയിലകൾ. പിന്നെ നമ്മുടെ ചെടിക്ക് പ്രത്യേകിച്ച് വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കരിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അത് വളരും ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ആ വാഴൻ്റെ ഇലയൊക്കെ അതിലേക്ക് കുത്തി നിറച്ചിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഇത് കുറച്ച് നനഞ്ഞ മണ്ണാണ്. മഴ പെയ്തപ്പോൾ ഞാൻ മണ്ണവിടെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആകെ നനഞ്ഞ് പിളിപിളി. അപ്പോൾ ആ മണ്ണാണ് കോരി കൊടുന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഓൾറെഡി ടയറിലുണ്ടായിരുന്ന നമ്മുടെ ഈ എന്താ പറയുക, ഈ ചെടിയുടെ പേര് ഫിലോഡൻഡ്രൻ അല്ലേ, അപ്പോൾ അതന്നെ. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ഒരു തൈ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണത്. അപ്പോൾ അതും അതിൻ്റെ ചുറ്റിലും കുഴലിൻ്റെ ചുറ്റിലും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനും ഈ കുഴലിലും പെയിൻറ്റ് അടിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരോട് എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം പെയിൻ്റ് ഇല്ല. ഇനി പെയിൻറ്റ് മേടിക്കുമ്പോൾ നമുക്കത് അടിക്കാട്ടോ. പെയിൻറ്റ് അടിച്ചാൽ ഒന്നും കൂടി അടിപൊളിയാവും, ഒരു ലുക്കൊക്കെ വരും. പിന്നെ ഈ ചെടി വളർന്നിട്ട് നല്ല പുഷിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കൂട്ടോ. അപ്പോൾ അതിൻ്റെ മേലൊരു ഒച്ചുണ്ടായിരുന്നു ആ ലീഫിൻ്റെ മേലെ. ഞാൻ കുറേ നേരമായി അതിനെടുത്തിട്ട് മാറ്റാൻ നോക്കണം. ഒരു തട്ട കൊടുത്തപ്പോൾ അത് അതിൻ്റെ പാട്ടിന് പോയി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈ ചെടി നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് വരും കേട്ടോ. അപ്പം നമ്മുടെ പീസിൻ്റെ ബാക്കിയൊരു പീസും കൂടി ഉണ്ട്, കുഴലിൻ്റെ ബാക്കിയൊരു പീസും കൂടി ഉണ്ട്. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, കുറച്ചും കൂടി വലിയൊരു കുഴൽ അവിടെ ഇരുന്നിരുന്നു.
അപ്പോൾ അതിലാണ് നമ്മുടെ അടുത്ത പരിപാടി ഈ പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ചെടികളൊക്കെ നട്ടില്ലേ, നമുക്കിനി നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് കമ്പോസ്റ്റ് ആക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണിത്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പമായിട്ട് നമ്മുടെ അടുക്കള മാലിന്യം നമുക്കൊരു ഉപദ്രവമേ അല്ല, നമുക്ക് നല്ല അടിപൊളി വളം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മണ്ണുള്ളൊരു സ്പേസ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ. കുഴലിറക്കി വെച്ചിട്ട് നമ്മുടെ ഒരു ചെടിച്ചട്ടിയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉള്ളത് വെച്ചെങ്കിൽ അതിലായാലും ഈ കുഴലിറക്കി വെച്ചിട്ട് ഇതേപോലെ ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ ഈ കുഴലിറക്കി വെച്ച് അപ്പോൾ അതിനൊന്ന് വീഴാതിരിക്കാൻ വേണ്ടി, കുറച്ച് വലിയ വെയിറ്റുള്ള കുഴലാണല്ലോ, അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 കല്ല് അതിൻ്റെ ചുറ്റിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി കമ്പോസ്റ്റാണ്. ഈ കമ്പോസ്റ്റ് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി കമ്പോസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. നമ്മുടെ മീനിൻ്റെ വേസ്റ്റ്, അതുപോലെ പാചകം ചെയ്ത വേസ്റ്റ് അതൊന്നും പറ്റില്ല കേട്ടോ, എണ്ണിമെഴുക്ക അതൊന്നും പറ്റില്ലേ. നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ്, അതുപോലെ കരിയിലകൾ, കടലാസ്, മുട്ടത്തോട്, പഴത്തൊലി അങ്ങനെയുള്ളതൊക്കെ പറ്റും. അപ്പോൾ അതാ ഉള്ളിത്തോല്, പഴത്തൊലി, മുട്ടത്തോട് ഇതൊക്കെ ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കമ്പോസ്റ്റ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും ഉണ്ട് കേട്ടോ. ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ റിസൾട്ടും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ ഈ പഴത്തൊലിയും പിന്നെ ഉള്ളിത്തോടും അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ കടയിൽ നിന്ന് കുറേ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലോ ഞാൻ, അതുപോലെ എല്ലാ ദിവസവും കൊണ്ടുവരും കേട്ടോ. ഓരോ കവർ നിറയെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള കവറിലാണ് കൊണ്ടുവന്ന് തരിക. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരു കവർ നിറയെ ഉണ്ട് കേട്ടോ. കുക്കുംബർ ഉണ്ട്, മാങ്ങ ഉണ്ട്, പിന്നെ പയറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പച്ചക്കറിയുടെ ഒക്കെ ചീഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ പിന്നെ കുറച്ച് വലിയ പച്ചക്കറി ആണെങ്കിൽ അതൊക്കെ ഒന്ന് കഷ്ണാക്കിയിട്ട് ഒക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല ഈ പയർ ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അങ്ങനെ നേരിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാനതെല്ലാം കട്ട് ചെയ്ത്, ഒരുപാട് ക്യാരറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ മേളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിയില, കടലാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഓരോ ദിവസം കൊടുന്നിടുന്നതിൻ്റെ മേലെ ഒരു പിടി മണ്ണിടുക. അതേപോലെ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ദിവസവും വേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇതിൽ കൊടുന്നിടുക. ഇത് നിറയണ വരെ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഓരോ ദിവസത്തെ വേസ്റ്റ് ഇടുമ്പോൾ ഒരു പിടി മണ്ണ് അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കാൻ എന്തെങ്കിലും ഇഷ്ടിക കയറ്റി വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിയ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളുണ്ടെങ്കിൽ അത് കയറ്റി വെക്കാം കേട്ടോ. അപ്പോൾ കാണാനൊക്കെ ഒരു ലുക്കായി തൊപ്പിട്ട മാമനായിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ബിന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് ഇപ്പോൾ ഈ കാണിച്ചു നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ മണ്ണിൽ കുഴിച്ചിടണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു ചട്ടിയിലാക്കി വെച്ചാലും സെറ്റാവും. അപ്പോൾ ഇതാ നമ്മൾ വേറൊരു ബൊക്ക നമുക്ക് നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നല്ല അടിപൊളി ജമന്തി വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ കമ്പ് നമുക്ക് ചീഞ്ഞു പോവും. ഇതുപോലെ ബൊക്കയുടെ കമ്പുകൾ ഇതിൻ്റെ മുകളിൽ കണ്ട കരിഞ്ഞ പോലെ നിൽക്കണ്, അതിങ്ങനെ കൂടി വരുന്നിട്ട് ഈ കമ്പ് നശിച്ചു പോകും. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ചെനപ്പ് വരുമല്ലോ, ഇതിങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും കേട്ടോ, അത് നശിച്ചു പോണവരെ. അപ്പോൾ ആ ചെനപ്പുകൾ നമ്മൾ എടുത്തിട്ട് വേറെ ചട്ടിയിലേക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട്, അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതവിടെ ഓൾറെഡി 3 കുഴൽ നേരത്തെ കുഴിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ചെടിച്ചട്ടി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൽ പേപ്പറൊക്കെ ഇട്ട് കൊടുക്കും ഞാൻ, ഇതേപോലെ നമ്മുടെ വേസ്റ്റ് പേപ്പേഴ്സൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് ആ കുഴലിൽ ഇങ്ങോട്ട് അഴിച്ച് നോക്കിയപ്പോൾ കണ്ട കാഴ്ച നല്ല ഇങ്ങനെ പുട്ട് നിറച്ച പോലെ, പുട്ടും കുറ്റിയിൽ നിന്ന് പുട്ടെടുക്കുന്ന പോലെ ഉണ്ട് നമുക്ക് ഈ കമ്പോസ്റ്റ്. ഇതുണ്ട് എന്തോരം കമ്പോസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല അടിപൊളി വളമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിതിങ്ങനെ ഈ മണ്ണിലിങ്ങനെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കണ കാരണം ഇതിൻ്റെ ആ ഒരു നീരൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഈ മണ്ണ്, ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള മണ്ണും നല്ലൊരു ഫലപുഷ്ടിയുള്ള മണ്ണായിരിക്കും. കാരണം ഈ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കമ്പോസ്റ്റ് നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. എത്ര കോരിയെടുത്തിട്ടും എനിക്കതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല, അത്രയും ചെടികൾ നിറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ചുറ്റിലും. അപ്പോൾ ഞാനൊരു വിധത്തിലാണ് കേട്ടോ അത് കോരിയെടുത്തത്. പിന്നെ കോരിയിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല, ആ കുഴി ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ട് അതിലേക്ക് ഇങ്ങനെ എന്താ പറയുക, അത്രയും കമ്പോസ്റ്റാണ് കേട്ടോ എനിക്ക് ആ ഒരു കുഴലിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമ്മളത് ഒരു കുഴലിൽ നിറയുമ്പോൾ അടുത്ത കുഴലിൽ നിറക്കും. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് കമ്പോസ്റ്റ് ഇങ്ങനെ മാറിയിട്ട് എടുക്കാം കേട്ടോ ഓരോ കുഴലിൽ നിന്ന്. അപ്പോൾ ഇതാണ് ആ കമ്പോസ്റ്റിൻ്റെ റിസൾട്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റ് കൊണ്ട്
പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത കമ്പോസ്റ്റാണ്. സൂപ്പർ കമ്പോസ്റ്റാണ് ഇട്ടത്. ഇത് ഒരു സ്പൂണ് വീതം നമ്മുടെ ചെടികളുടെ കടക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്കൊക്കെ ഇരട്ടി വളർച്ചയും നല്ല കായ്ഫലമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അത് ഇനി ഇട്ട് കൊടുക്കണം ഈ വളം. അപ്പം ഞാൻ വീണ്ടും ആ കുഴൽ അവിടേക്ക് ഇറക്കി വെച്ച് ആ ചട്ടി കെറ്റി വെക്കാം കേട്ടോ. ഇത് ഈ ഏരിയ ഒന്ന് കുറച്ചും കൂടുതൽ ഭംഗിയാക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ചെയ്യാം. ഒന്നിനും സമയം കിട്ടുന്നില്ല ഇപ്പോൾ. അതാണ് ഞാൻ ആ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ആകെ ചെടി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഈ ഏരിയയിൽ. നമ്മുടെ ബിങ്കാ റോസ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇലച്ചെടികളും ഒക്കെ അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ കുഴലുകൾ വെച്ചിട്ട് 3 ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും.